ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 63ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. IPM പ്രോഗ്രാമിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ട്. സാർ, ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് IPM ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് കാറ്റ് എക്സാം വഴി ഈ പറയുന്ന IIMകളിൽ അഡ്മിഷൻ എടുക്കാം. എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി IPM കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്? IPM എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ മാനേജ്മെൻ്റ് ആണ് വരുന്നത്. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഡ്യുവൽ ഡിഗ്രിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു 3 ഇയർ IIM ഇൻഡോറിലാണെങ്കിൽ 3 ഇയർ BA ആണ്. ഫണ്ടമെൻ്റൽസ് ഇൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു 3 ഇയർ BA. ബാക്കിയുള്ള മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത് BBA. ഇനി അത് ബോധ് ഗയയിൽ BBM ഏകദേശം ഒരുപോലെ ആണ്, വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഗ്രി പ്രോഗ്രാമും പ്ലസ് അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സ് MBA കൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട കുട്ടികൾ ആക്ച്വലി ഈ ഒരു മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് പാഷണേറ്റ് ആയിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കരിയറിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും, അല്ലെങ്കിൽ ഞാൻ ഏർപ്പെടേണ്ട പ്രൊഫഷൻ മാനേജ്മെൻറ്റ് പ്രൊഫഷനാണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞ് ആ രീതിയിലൊരു ഓറിയൻറ്റേഷൻ കിട്ടിയ കുട്ടികൾ, അവർ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഇവിടെ ഇതിൻ്റെ സിലബസൊക്കെ ഒന്ന് നോക്കി എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാൻ ഉള്ളത് എന്നും അത് ഈ കുട്ടിക്കുള്ള അവൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും IPM നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇത് തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം 3 വർഷം കഴിയുമ്പോഴും ഇതേ ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. 3 വർഷം കഴിയുമ്പോൾ ക്യാറ്റ് എഴുതി, സാറ് സൂചിപ്പിച്ച പോലെ ക്യാറ്റ് എഴുതി നേരെ ഈ പ്രോഗ്രാം നടക്കുന്നു. ഇതിലും ബെറ്റർ ആയിട്ടുള്ള IIMകളും ഉണ്ട്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള 3-4 IIMകളിലല്ല ഈ പ്രോഗ്രാം നടക്കുന്നത്, അതിന് ശേഷമുള്ള IIMകളിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ പ്രവേശിക്കാൻ ഡിഗ്രിക്ക് ശേഷം ഓപ്ഷൻ കിടപ്പുണ്ട്. 2 വർഷം മാത്രമാകുമ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം 2 വർഷത്തെ ഫീസേ വരുന്നുള്ളൂ. മറ്റേത് ബാക്കി 3 വർഷം കൂടി നല്ല രീതിയിൽ ഫീസ് നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം അവിടെ കിട്ടുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാം എന്ന് ആണ് ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരു ഡിഗ്രി BBA പോലെയുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടി ഇത്രമാത്രം ഫീസ് കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചിന്ത അവിടെ വരും. അപ്പോൾ ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടിക്കും ജോയിൻ ചെയ്യാവുന്നതാണ് IIMകളിലെ പ്രോഗ്രാം. അതിനൊരു വ്യത്യാസം നമുക്ക് പറയാവുന്ന, IIT മാണ്ടിയിൽ ഒരു IPM ആരംഭിച്ചിട്ടുണ്ട്. അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് BBA അനലറ്റിക്സും പ്ലസ് MBA. ആ MBA വരുന്നത് ഡേറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. അവിടെയും എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ BBA കിട്ടും. 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നെങ്കിൽ BBA ഓണേഴ്സ് കൊടുക്കും. 5 വർഷം കൊണ്ടാണെങ്കിൽ ഈ പറയുന്ന MBA ഡേറ്റാ സയൻസ് ആൻഡ് AI എന്നുള്ളൊരു കിട്ടും. അവിടുത്തെ എലിജിബിലിറ്റി മാത്രം ഒരു വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള എല്ലാ IIMകളിലും അല്ലെങ്കിൽ IIM പോലെയുള്ള മറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണെങ്കിലും, ഇപ്പം നിർമ്മയും അതുപോലെ നൽസർ ലോ സ്കൂൾ ഹൈദരാബാദ് ലോ സ്കൂളിലുണ്ട്. അതുപോലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. ഇനി നർസിംബോംജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് മുംബൈ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. തപ്മി TAPI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് മണിപ്പാൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും അവിടെയെല്ലാം നമ്മുടെ ഈ 5 ഇയർ പ്രോഗ്രാമിൽ എക്സിറ്റ് ഓപ്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്ന് നോക്കേണ്ട വരും. ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവർ എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിലും +2 എനി സ്ട്രീം മതി. സയൻസ് നിർബന്ധമില്ല. അതേസമയം നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ IIT മാണ്ടിയിലാണെങ്കിൽ നിർബന്ധമായിട്ടും സയൻസ് സ്ട്രീമിൽ പഠിച്ചിരിക്കണം. സയൻസ് എന്ന് പറയുമ്പോഴും PCM എഴുതിയിരിക്കണം. കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിക്കണം. JEE മെയിൻ എഴുതണം. JEE മെയിൻ ക്വാളിഫൈ ചെയ്യണം. JEE മെയിൻ ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ JEE അഡ്വാൻസ്ഡിന് ഉള്ള ക്വാളിഫിക്കേഷൻ. JEE അഡ്വാൻസ്ഡ് എഴുതാൻ നമുക്കറിയാം 2.5 ലക്ഷം കുട്ടികൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നുണ്ട്. ആ ലിസ്റ്റിനകത്ത് വരുന്ന കുട്ടിയായിരിക്കണം. ആ കുട്ടി ആ JEE മെയിൻ്റെ സ്കോറും പ്ലസ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇത് രണ്ടിനെയും കൂടെ ബേസിലാണ് IIT മാണ്ടിയിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് കാണാം.
അത് ജോസ് അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴിയാണോ? ഇല്ല, അതുമായിട്ട് ബന്ധമില്ല. IIT മാണ്ടിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോകണം. ബാക്കിയുള്ളതെല്ലാം IIMകളും അതിനോട് ചേർന്ന് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. സാർ, ഒരു ആവറേജ് വിദ്യാർത്ഥിയുടെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ IIMൽ IPM പ്രോഗ്രാം വഴി അഡ്മിഷൻ എടുക്കുന്നതാണോ, അതോ ഈ പറഞ്ഞ ഡിഗ്രിയൊക്കെ പാസ്സായി ഹൈലി കോമ്പറ്റീറ്റീവായി കാറ്റ് എക്സാം വഴി എടുക്കുന്നതാണോ, ഏതാണ് ഒരു ഈസി? അത് ശരിക്കും ആലോചിച്ച് തന്നെ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഞാൻ തുടക്കത്തിലെ അത് സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഇപ്പോൾ നമുക്ക് നല്ല ടോപ്പ് IIMs എന്ന് പറഞ്ഞാൽ ABC IIMകൾ എന്നറിയപ്പെടും. അഹമ്മദാബാദ്. അപ്പോൾ അഹമ്മദാബാദ് അഡ്മിഷന് വേണ്ടി കാറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് വേറൊരു IIM കിട്ടിയാൽ അത് വേണ്ടാന്ന് വെച്ച് വീണ്ടും ഒരു തവണ കൂടി കാറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കത്ത, പിന്നെ നമ്മുടെ കാലിക്കട്ട്, ലക്നൗ, ഇതൊക്കെയാണ് ടോപ്പായിട്ടുള്ളത്. ദെൻ പിന്നെ IPM ഉള്ള നമ്മുടെ ഇൻഡോർ IIM വരുന്നുണ്ട്. അതിന് ശേഷം ഡിമാൻഡിങ് ആണ്. അപ്പോൾ ഈ IIMകളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നത് കൂടുതലും IITians ഒക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒക്കെ പഠിച്ചിറങ്ങുന്ന ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളും വരുന്നുണ്ട്. കാരണം അവർക്ക് അഡീഷണൽ അഡ്വാൻറ്റേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ആ ഒരു ലെവലിൽ കാറ്റ് ക്രാക്ക് ചെയ്തുകൊണ്ട് എത്താൻ പറ്റുമോ എന്നുള്ളതൊരു സംശയമുണ്ട് അവിടെ. പക്ഷേ നമുക്കറിയാം IPM പ്രോഗ്രാമിന് ആദ്യത്തെ 3 വർഷം നമ്മൾ മുടക്കുന്ന ആ ഫീസ് വലിയൊരു ഫീസ്. IIMൽ പഠിക്കുന്നതുകൊണ്ട് നല്ലൊരു എമൗണ്ട് ഫീസ്, ഒരു 20 ലക്ഷത്തിനടുത്ത് ആദ്യത്തെ 3 വർഷങ്ങളിൽ 3 വർഷം കൂടെ വരും. ഒരു 15-നും 20-നും ഇടയ്ക്ക് ആദ്യത്തെ 3 വർഷം അത്രയും ഫീസ് വരും. അപ്പോൾ ഇതൊരു ഡിഗ്രി പ്രോഗ്രാം ഇപ്പം CUET എക്സാം എഴുതി നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിലോ ആ ഡിഗ്രി പ്രോഗ്രാം ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ കാറ്റ് എഴുതി വരാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണോ എന്നുള്ളത് ആലോചിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ മാനേജ്മെൻറ്റ് ഫീൽഡ് ജോലി ചെയ്യാൻ ഒരു കോർപ്പറേറ്റ് ജോബാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തു, അത് ഞാൻ ഉറപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ഒരു എക്സ്പോഷർ അല്പം കൂടി കൂടുതൽ കിട്ടാം. കാരണം ഈ ഒരു 3 വർഷം കൂടെ ആ ഒരു ക്യാമ്പസിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. അവിടുത്തെ പ്രോഗ്രാമുകൾ, ഇൻറ്റേൺഷിപ്പുകൾ ഉണ്ടാകാം, ഇനി സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോഗ്രാംസ് ഉണ്ടാകാം. പിന്നെ മറ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് IIM ഒക്കെ ആകുമ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻസൈഡ് പാൻ ഇന്ത്യയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കൊളാബറേഷൻസും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ എക്സ്പോഷർ വൈസ് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ വളരെ കുറച്ച് കുട്ടികൾ ചെയ്ത് കാണാറുണ്ട്. ഇവിടെ ഈ 3 ഇയർ കഴിഞ്ഞപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് ടോപ്പ് IIMലേക്ക് കാറ്റ് എക്സാം വഴി വീണ്ടും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളെ ഒക്കെ ഒന്ന് കണക്കിലെടുത്തോണ്ട് ഒന്ന് ആലോചിച്ചിട്ട് വേണം IPM പ്രോഗ്രാം ചൂസ് ചെയ്യാൻ. IIMകളിലാണ് നല്ലതുമാണ്. പക്ഷെ മറ്റു പല കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതാ മെയിനായിട്ടും വരുന്നത്. ഇത്രയും എക്സ്പെൻസീവ് ആകുമ്പോഴത്തേനും തീരുമാനം ഒന്നും കൂടെ ആലോചിച്ചെടുക്കണം. അതിനുള്ള എക്സ്പോഷർ കിട്ടുമോ എന്നുള്ളത് ആലോചിക്കണം. പിന്നെ പിന്നീടുള്ള ഒരു ചാൻസിനെ കുറിച്ച് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പഠനം സാർ, വീണ്ടും നമ്മുടെ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ IIMകളാണ് ഈ ഒരു IPM പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്? അതിൻ്റെ അഡ്മിഷൻ നടപടികൾ, എൻട്രൻസ് എക്സാമുകൾ എങ്ങനെയാണ്? ഏറ്റവും മികച്ച IIM ഏതാണ് ഈ പറയുന്ന IPM പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ? നിലവിൽ 5 IIMകളിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ IIT ആകെപ്പാടെ ഒരു IITയിൽ IPM ഉള്ളത് നമ്മൾ പറഞ്ഞു. IIT മാണ്ടിയിലുള്ളത് വരുന്നു. IIMകളിൽ 5 IIMകളുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത് IIM ഇൻഡോറിലാണ്. അതിനുവേണ്ടിയുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. IPMAT, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്, IPMAT. അപ്പോൾ IPMAT 2025 ഉടനെ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മാർച്ച് 26 വരെയോ മറ്റോ കുട്ടികൾക്കത് അപ്ലൈ ചെയ്യാം. മെയ് മാസത്തിലാണ് മെയിൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് ഡിമാൻഡിങ് IIMകളിൽ ഏറ്റവും ഉയർന്ന പാക്കേജ് ലഭിക്കുന്നതും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. മാക്സിമം ഫോറിൻ കൊളാബറേഷൻസ് ഒക്കെ ഉള്ളതും ഇൻറ്റേൺഷിപ്പുകളും ഒരു എക്സ്പോഷർ വൈസ് ഒക്കെ നോക്കിയാലും ബെസ്റ്റ് ഇതാണ്. തന്നെയുമല്ല ഈ എക്സാമിനേഷൻ്റെ സ്കോറ് മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ IIM റാഞ്ചി നല്ല IIM തന്നെയാണ്. ഇൻഡോർ കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ചെയ്യാം. റാഞ്ചിയും റോത്തക്കും ഏകദേശം ഒരുപോലെ വരുന്നത്. അപ്പോൾ IIM റാഞ്ചിക്കും ഇതേ എക്സാം തന്നെയാണ്.
അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വേറെ സെപ്പറേറ്റ് എക്സാം എഴുതേണ്ട കാര്യമില്ല, വരുന്നില്ല. ഇത് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഹൈദരാബാദ് നൾസറിലെ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ ഇതാണ്. നൾസർ ഹൈദരാബാദിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഓക്കെ. അവിടെ ഒരു അഡ്മിഷൻ മോഡെന്ന് പറയുന്നത് IPM ഇൻഡോറാണ്. പിന്നെ നമ്മൾ പറഞ്ഞ നിർമ്മ യൂണിവേഴ്സിറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. IPM ഇൻഡോറിൻ്റെ ഈ ഒരു സ്കോർ എടുക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കാവുന്നത് ഇൻഡോർ IPMAT-നാണ്. ഓക്കെ. പിന്നെ രണ്ടാമത് റോത്തക്കാണ്. റോത്തക്കിൻ്റെ ഇത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. റോത്തക്കിന് വേണ്ടി മാത്രം അവർ നടത്തുന്നതാണ്. ഈ IPMAT-കളെല്ലാം പൊതുവെ ചോദിക്കുന്നത് ലോജിക്കൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും വെർബൽ എബിലിറ്റിയാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസും ഒക്കെയാണ്. ഇനി നമ്മുടെ ആദ്യം പറഞ്ഞ ഇൻഡോറിലാണെങ്കിൽ ഇതിൻ്റെ കൂടെ റിട്ടേൺ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, വാറ്റ് എന്ന് പറയും. റിട്ടേൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, വാറ്റും പിന്നെ ഇൻ്റർവ്യൂവും, ഇത് മൂന്നാണ് നടക്കുക. ആ സമയം റോത്തക്ക് പോലുള്ള IIM-കളിൽ നമ്മുടെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അത് കൂടാതെ ഇൻ്റർവ്യൂവും കൂടാതെ നമ്മുടെ 10th-ലെയും 12th-ലെയും സ്കോറിനും വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓരോ IIM അവരുടേതായ പ്രൊസീജിയർ വരുന്നു. അങ്ങനെയാണ് റോത്തക്കിലേക്ക് വരുന്നത്. അപ്പോൾ റോത്തക്ക് അതിനു വേണ്ടി തന്നെ ഒരു എക്സാം അവർക്ക് വേണ്ടി തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ IIM. പിന്നെ മൂന്നാമത്തെ നേരത്തെ സൂചിപ്പിച്ച IIM റാഞ്ചിയിലേക്ക്. പക്ഷേ റാഞ്ചി സ്കോർ എടുക്കുന്നത് IIM ഇൻഡോറിന് വേണ്ടി നടത്തുന്ന IPMAT. അപ്പോൾ വേറെ എക്സാം റാഞ്ചിക്കില്ല. അപ്പോൾ ഇത് മൂന്നാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഈ IPM ഉള്ള IIM-കൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബോധ്ഗയയ്ക്കും ജമ്മുവിനും വേണ്ടി NDA നടത്തുന്ന ഒരു എക്സാമിനേഷനുണ്ട്. JIPMAT എന്നറിയപ്പെടും, ജോയിൻറ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്നറിയപ്പെടും JIPMAT നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. JIPMAT IIM ജമ്മു അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയും. അതുപോലെ തന്നെ IIM ബോധ്ഗയ, അതുപോലെ നൾസറിലെ ഒരു അഡ്മിഷൻ മോഡായിട്ടും ഇത് JIPMAT നമുക്ക്. സാർ, ഇപ്പം ഇന്ത്യയിലുള്ള IIM-കളൊന്ന് വിലയിരുത്തുവാണെങ്കിൽ ഈ ജമ്മുവും ബോധ്ഗയൊക്കെ എത്ര പൊസിഷനിൽ വരും? അവിടെ അഡ്മിഷൻ എടുക്കുന്നത് അത്ര നല്ല ഒരു തീരുമാനമാണോ? എന്താണ് ഈ രണ്ട് അഡ്മിഷനെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ? നമ്മൾ ഈ 5 IIM-കളെ പരിഗണിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇൻഡോർ ആണ് അതിനകത്ത് ടോപ്പായിട്ട് വരുന്നത്. ഇൻഡോർ കിട്ടിയാൽ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും. പിന്നെ റോത്തക്ക് ഫീ സ്ട്രക്ചർ ഒരു പക്ഷേ ഇൻഡോറിനേക്കാൾ അല്പം കൂടി മുകളിലാണ്, ഹരിയാന റോത്തക്ക്. പിന്നെ റോത്തക്കും റാഞ്ചിയും തമ്മിൽ കാര്യമായൊരു ഡിഫറൻസ് നമുക്ക് പറയാനില്ല. അതിന് താഴെയാണ് ജമ്മു വരുന്നു. അതിനും താഴെയായിട്ടാണ് ബോധ്ഗയ വരുന്നത്. അപ്പോൾ ജമ്മു ബോധ്ഗയ നമ്മൾ IIM-കളിൽ റേറ്റിംഗ് വരുമ്പോൾ അല്പം താഴേക്ക് വരുന്നുണ്ട്. ഇതിന് മുകളിലാണ് IPM ഇല്ലാത്ത പല IIM-കളും. അതുപോലെ തന്നെ നമുക്കറിയാം മാനേജ്മെൻറ്റ് സെക്ടറിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ പല പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതിന് മുകളിൽ വരുന്നുമുണ്ട്. പിന്നെ ഒരു IPM പ്രോഗ്രാം പഠിക്കണം എന്നൊരാഗ്രഹം, IIM പഠിക്കണമെന്നൊരു കുട്ടിയെ സംബന്ധിച്ചൊക്കെ ഈ പറയുന്ന ജമ്മുവും ബോധ്ഗയയും അങ്ങനെ സെലക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. സാർ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു IPM പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ എല്ലാ എക്സാമുകളും എഴുതും, എല്ലാ റാങ്ക് ലിസ്റ്റിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ തമ്മിലുള്ളൊരു മേജർ കമ്പാരിസൺ എന്ന് സാറ് വിലയിരുത്തുന്നത്? അപ്പോൾ ഈ സാർ ഉദ്ദേശിച്ചത് ഈ പരീക്ഷകൾ തമ്മിലുള്ള പരീക്ഷകളും ആ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചറും, അതായത് എൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് ഞാനാണ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ വരുമ്പോൾ പൊതുവേ നമുക്ക് ഇവർക്കൊരു പൊതുവായിട്ടൊരു സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. അതായത് എല്ലാ വിഷയങ്ങളും ഇപ്പോൾ മാത്സ് ഉണ്ടായിരിക്കും, എക്കണോമിക്സ് പഠിക്കേണ്ടി വരും, സോഷ്യൽ സയൻസ് സോഷ്യോളജി വരും, സൈക്കോളജി വരും, ഫോറിൻ ലാംഗ്വേജസ് പലത് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം കോഡിങ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, ലോ ഉണ്ടാകും, ബിസിനസ് ഉണ്ടാകും, ബിസിനസ് സ്റ്റഡീസ് പഠിക്കേണ്ടി വരും, കൊമേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പേഴ്സ് എല്ലാം പൊതുവായിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ 3 വർഷങ്ങളുണ്ട്. പിന്നെ 2 വർഷം എന്ന് പറയുമ്പോൾ ഇവർ ക്യാറ്റ് എഴുതി വരുന്നവരുടെ അതേ ക്ലാസ്സിലേക്കാണ് ചെല്ലുന്നത്. ഇവർ ഒന്നിക്കുകയാണ്. പിന്നെ ഒരു വ്യത്യാസമില്ല, പിന്നെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് MBAക്ക് അല്ലെങ്കിൽ PGDM ഏതാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു കരിക്കുലത്തിനകത്തേക്ക് അങ്ങ് ചെല്ലുക. അപ്പോൾ അത് ഒരുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല. പിന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ റേറ്റിംഗ് ഉണ്ട് ഓരോ IIM-കൾക്കും. അതിനനുസരിച്ചുള്ള എക്സ്ട്രാ പ്രോഗ്രാംസും ഒക്കെ കൊളാബറേഷൻസൊക്കെ അനുസരിച്ച് ഇൻറ്റേൺഷിപ്പിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും.
വ്യത്യാസം ആ ഒരു ഇതനുസരിച്ച് കുട്ടികൾക്ക് കിട്ടുന്ന പാക്കേജിൽ വരെ വ്യത്യാസങ്ങളുണ്ടാകും. സാർ അതുപോലെ തന്നെ ഒരു IPM പ്രോഗ്രാം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് ഈ ഒരു IIM അല്ലാതെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇതിനേക്കാളും മികച്ചത് എന്ന് അല്ലെങ്കിൽ ഇതിനൊപ്പം നിൽക്കുന്നത് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടോ? നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, IIFT. IIFT നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ക്യാമ്പസ് ഡൽഹിയാണ്. ഓക്കെ. അവിടുത്തെ MBA വളരെ ഫേമസുമാണ്, ഇൻ്റർനാഷണൽ ആയിട്ട് നല്ല അക്സെപ്റ്റൻസ് ഉള്ളതാണ്. ഓക്കെ. IIFTയുടെ ആന്ധ്രയിലെ കാക്കിനഡ ക്യാമ്പസിൽ ഓക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട്. IIFTക്ക് അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ IIM ഇൻഡോറിന് ശേഷം തന്നെ വേണമെങ്കിൽ ബാക്കിയുള്ള 2 IIM നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ അതിലും മുന്നോട്ട് വരുമ്പോൾ അല്പം കൂടി മുമ്പിൽ വേണേ വരും. ഒരു പക്ഷേ കുറച്ച് വർഷം കഴിയുമ്പോൾ IIM ഇൻഡോറിനേക്കാളും മുകളിൽ വരാനുള്ള സാധ്യതകൾ ആ ലെവലിൽ തന്നെ ഉള്ളതാണ്. IIFTയും ആ ലെവലിൽ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. IIFT നിലവിൽ ഇപ്പോൾ IIM ഇൻഡോറിൻ്റെ IP മാറ്റ് സ്കോർ ബേസിൽ അഡ്മിഷൻ നടക്കുന്നു. അപ്പോൾ IIFT നോക്കാവുന്നതാണ്. പിന്നെ ഗുജറാത്തിലെ നിർമ്മ യൂണിവേഴ്സിറ്റി നന്നായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നല്ല റേറ്റിങ്ങുള്ളതാണ് നരസിംഹംജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, NMIMS എന്ന് പറയും, ബോംബെയിലുള്ളതാണ്. ഓക്കെ. അപ്പോൾ ബോംബെ നമുക്കറിയാം ഇന്ത്യയുടെ ബിസിനസ് സെൻ്ററാണ് ബോംബെ. അപ്പോൾ അവിടുത്തെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ തന്നെ എക്സാം നടത്തുക ചെയ്യുന്നത്, അത് ആലോചിക്കാവുന്നതാണ്. പിന്നെ TAPI മണിപ്പാൽ മണിപ്പാലും അവിടെയും ഈ പറഞ്ഞ MBA പ്രോഗ്രാം നല്ല ഡിമാൻഡിങ് ആണ്. അപ്പോൾ അവരുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഒരു പ്രോബ്ലമായിട്ട് അവർ പറയുന്നത് ഈ ഒരു ഫീസ് അഫോർഡബിൾ കഴിയുമ്പോൾ തന്നെ കൊടുക്കണോ. അപ്പോൾ അവിടെ ഒരു തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷമേ തിരഞ്ഞെടുക്കാവും. പേരൻസും അത് ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടാവണം. എന്നിട്ട് ഇപ്പോൾ തന്നെ വേണോ എന്ന് ആലോചിക്കുക. ഇനി അത് തന്നെ ആ ഒരു ഓറിയൻറ്റേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാമുകൾ എഴുതുക. അതിനകത്ത് ഒന്നാമതായിട്ട് IPM ഇൻഡോർ തന്നെ എഴുതണം. പ്രയോറിറ്റി അതിന് കൊടുക്കണം. കാരണം അത് ആണ് റാഞ്ചിക്കും IIFTക്കും അഡ്മിഷൻ അത് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് 1ാം സ്ഥാനം കൊടുക്കുക. പിന്നെ റോത്തക്കിന് മാത്രമായിട്ടാണ് വരുന്നത്. പിന്നെ ജിപ്മാറ്റ് എഴുതുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ IIMകളിൽ ഏറ്റവും ഈ 5 എണ്ണം ഉള്ളതിൽ ഏറ്റവും താഴെയുള്ള 2 എണ്ണത്തിലേക്കാണ് വരുന്നത്, ജമ്മുവും ബോധ്ഗയയും വരുന്നത്. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ എഴുതണം. കാരണം ആപ്ലിക്കേഷൻ ഫീസ് പോലും നല്ലപോലെ ഉണ്ട്. ആ ഒരു വ്യത്യാസം ഈ ഫീസ് സ്ട്രക്ചറൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫീ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ആ ഒരു ലെവൽ വരുന്നുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. സാർ, അപ്പോൾ ഏതായാലും വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണുമ്പം ഒരു MBA പ്രോഗ്രാം ചെയ്തേക്കാം, ഈ പറയുന്ന IPM പ്രോഗ്രാം പഠിച്ചേക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലെത്താൻ സാധ്യതയുണ്ട്. ഞാനൊരു കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുവാണ്. ഒരു ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഒരു MBA പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ ഏറ്റവും നല്ലത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ എങ്ങനെ വിലയിരുത്താൻ പറ്റും? അതിനകത്ത് ടോപ്പ് IIMs തന്നെയാണ് ഏറ്റവും മുകളിൽ വരുന്നത്. ഓക്കെ. IIMsഉം പിന്നെ അതിന് തൊട്ട് ചേർന്ന് നമ്മുടെ കുറേ IITs ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പൊതുമേഖലയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ IITs വരുന്നുണ്ട്. പിന്നെ കുറേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിംബയോസിസ് പോലെ ഉള്ള SP ജെയിൻ പോലെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ IMD പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള FMS, അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ IIMs തന്നെയാണ് ടോപ്പ്. ഒന്നാമത്തെ IIM അഹമ്മദാബാദ്, IIM അത് ഫസ്റ്റ് പൊസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ, IIM അഹമ്മദാബാദ്. രണ്ടാമത്തെ IIM ബാംഗ്ലൂർ. ഓക്കെ. മൂന്നാമത്തെ IIM കൽക്കട്ട. ഓക്കെ. IIM കോഴിക്കോട്. ഇനിയൊക്കെ റാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ഇപ്പോൾ NIRFലൊക്കെ നമ്മൾ നോക്കിയ ഓരോ വർഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ 4 ഏകദേശം ഫിക്സ് 4. പിന്നെ ലക്നൗ പറയാം. പിന്നെ പലപ്പോഴും ഇൻഡോറാണ് കാണുന്നത്, ഇൻഡോറാണ് വരുന്നത്. ഇൻഡോറിന് ശേഷം പിന്നെ ഈ നമ്മൾ നേരത്തെ കണ്ട റോത്തക്ക് കാണുന്നുണ്ട്, പിന്നെ ട്രിച്ചി കാണുന്നുണ്ട്, പിന്നെ ഷില്ലോങ്, അങ്ങനെ. പിന്നെ ഇതിനിടയ്ക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതും കയറി വരുന്നുണ്ട്. സിംബയോസ് പോലെ, SP ജെയിൻ പോലെ, പിന്നെ FMS പോലെ, MDI ഗാസിയാബാദ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് പൊതുവേ നമ്മൾ MBA എന്ന് പറയുമ്പോൾ കാറ്റിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഉള്ള പ്രോഗ്രാമുകളാണ്. ഇപ്പോൾ കുറച്ച് വർഷം 2011 നമ്മുടെ ഇൻഡോറിൽ ആരംഭിക്കുന്നത് IPM പ്രോഗ്രാം. പിന്നെ 2019 അത് റോത്തക്കിലേക്ക് വരുന്നത്. ബാക്കി വ്യത്യാസമുണ്ട് അത്രയും. പിന്നെ എല്ലാം 20-21 കാലഘട്ടത്തിലേക്കാണ് റാഞ്ചി ബോധ്ഗയയിലൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡൻസ് പാസ് ഔട്ടായി അതിൻ്റെ റിസൾട്ടിലേക്ക് പോലും
ഒരു തരത്തിൽ എത്തി വരുന്നതേ ഉള്ളൂ. IIFT ഒക്കെ താമസിച്ചാണ് തുടങ്ങുന്നത്, ഈ റീസെൻ്റൊക്കെ ആയിട്ട് തുടങ്ങിയിരിക്കും. ഓക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. സാർ അതുപോലെ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒത്തിരി വിദ്യാർത്ഥികളുടെ ആഗ്രഹമാണ് IIT പഠിക്കുക എന്നുള്ളത്. ഒരു BTech പ്രോഗ്രാമിന് IIT പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതെല്ലാവർക്കും അത്ര ആക്സസിബിൾ അല്ല. ഒരുപക്ഷെ അതിനേക്കാളും എളുപ്പമായിരിക്കും ഒരുപക്ഷെ MTechന് അഡ്മിഷൻ കിട്ടാൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് വീണ്ടും ഈ പറഞ്ഞ IITകളിൽ MBA പ്രോഗ്രാം ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നത്. സാർ ഈ ഒരു IIT ഇത്ര മികച്ചതാണെന്ന് നമ്മൾ പറയുമ്പോഴും അവിടുത്തെ MBA പ്രോഗ്രാമുകൾ എങ്ങനെ വിലയിരുത്താം? IIT നമ്മുടെ ടോപ്പ് IITസിലെ MBA പ്രോഗ്രാമുകളും വളരെ മികച്ചത് തന്നെയാണ്, ഡിമാൻഡിങ് ആണ്. അതിനകത്ത് ചില IITകളാണ് നമ്മുടെ 4 ഇയർ BTech അല്ലെങ്കിൽ 3 ഇയർ ഡിഗ്രിക്ക് ശേഷമുള്ള അഡ്മിഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ചിലയിടത്ത് 3 ഇയർ ഡിഗ്രി പോരാ, 5 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ 4 ഇയർ BTech പറയുന്നു. അങ്ങനെ ഒരു വ്യത്യാസം അങ്ങനെ പറയുന്നുണ്ട്. 3 ഇയർ ഡിഗ്രി എല്ലായിടത്തും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ഖരഗ്പൂർ പ്രോഗ്രാം വളരെ നല്ലതാണ്. IIT ഖരഗ്പൂർ, IIT ബോംബെ, IIT ഡൽഹി ഉണ്ട്, IIT മദ്രാസ്. അപ്പോൾ നമ്മുടെ ടോപ്പ് IITs തന്നെയാണിത്. പിന്നെ റൂർക്കിയിൽ, കാൺപൂർ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്, പറഞ്ഞ IITകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ടോപ്പ് IITസിലൊക്കെ MBA പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ നമ്മുടെ ഏറ്റവും 1, 2, 3 IIMകളിൽ തന്നെയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി IIMകളിലും അത് പോകുന്നുണ്ട്. ഇപ്പോൾ റൂർക്കിയിലും വന്നു, കാൺപൂരും ഒക്കെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. തന്നെയല്ല, അവിടെ ടെക് കമ്പനീസൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെയും കൂടെയുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും അവിടെ തന്നെ BTech അല്ലെ മറ്റ് BTech പ്രോഗ്രാം കഴിഞ്ഞവരാകാനുള്ള സാധ്യതകളുണ്ടോ? BTech പ്രോഗ്രാം കഴിഞ്ഞവർ ആണ് കൂടുതൽ, IITകളിൽ കൂടുതലും അവരെയാണ് കാണുന്നത്. സ്പെഷ്യലൈസേഷൻ ചിലതൊക്കെ അതുമായി കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യത. കമ്പനീസൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഫിൻടെക് കമ്പനീസിലൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് BTech കഴിഞ്ഞ കുട്ടികളെയാണ് അവരും പ്രിഫർ ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രിഫറൻസ് കൂടുതൽ. മറ്റ് മേഖലയിൽ നിന്നുള്ളവർ പലരും മാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. മാനേജ്മെൻറ്റ് രംഗത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൃത്യമായ ഒരു ഇൻഫർമേഷൻസാണ് ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടിയത്. ഒരുപക്ഷേ ഇത് IPM പ്രോഗ്രാമിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഡിഗ്രിക്ക് ശേഷം CAT എക്സാം വഴി ഇന്ത്യയിലെ മികച്ച ടോപ്പ് B സ്കൂളുകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവർക്കും കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഈ ഒരു സെക്ഷനിലൂടെ ജോബി സാർ നമുക്ക് പകർന്നു നൽകി. സാർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.